കേരള രാഷ്ട്രീയത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സജീവ ചർച്ചാ വിഷയമായിരിക്കുന്ന ഡീൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുന്നു നമ്മൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് CPM-ഉം BJP-യും ഡീലാണ് എന്ന ആരോപണം ആദ്യമുയർത്തിയത് പ്രതിപക്ഷ നേതാവായ VD സതീശനായിരുന്നു. ഒന്നല്ല 10 മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ചയ്ക്ക്, വിവാദത്തിന് സതീശൻ തുടക്കമിട്ടു. അതിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ VD സതീശൻ ഗോൾവാക്കറുടെ പരിപാടിയിൽ മുമ്പ് 2006-ൽ പങ്കെടുത്തതിൻ്റെ ചോദ്യങ്ങളുമായി എത്തിയത്. ഏതായാലും അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇരുപക്ഷവും മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുന്നതിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. പ്രമോദ്, VD സതീശന് പിഴച്ചോ? VD സതീശന് പിഴച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കരുതുന്നില്ല ഞാൻ. കാരണം അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിഷയം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞതിൽ അതിൽ ഒരു മാറ്റവും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അത് 77-ലെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയതോ ഒന്നും പറഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഗോൾവാൾക്കർ ആ ഇഷ്യൂ ക്ലാരിഫൈ ചെയ്യുന്നതിൽ സതീശന് കുറച്ച് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമായിരുന്നു. 2006-ലെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തത് തന്നെയായിരുന്നു. ഇപ്പോൾ സതീശൻ്റെ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം വിശദീകരിച്ച ഒരു കാര്യം, 2006-ലെ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു സെമിനാറിന്റെ ഭാഗമാണെന്നും സംവാദത്തിന്റെ ഭാഗം, കോൺഗ്രസിന്റെ ഭാഗം പറയാനാണ് താൻ അവിടെ പോയത്. അതായത് അദ്ദേഹം പറഞ്ഞത് മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും എന്ന് പറയുന്ന ഒരു സംവാദമായിരുന്നു അത്. അതിലാണ് അത് ഞാൻ പറയാണ്, ഇന്നാണ് അദ്ദേഹം അതിലേക്ക് വന്നത്. ഇത്രയും ദിവസം അദ്ദേഹം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവേഡ് ചെയ്യായിരുന്നു ഏകദേശം എന്ന് പറയാം. പകരം 2013-ൽ VS പങ്കെടുത്ത ഏതൊരു ചടങ്ങിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഇത് കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സംവാദമാണ് അവിടെ നടന്നിരുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ ഉദ്ഘാടനത്തിന് അവിടെ വെച്ചിരിക്കുന്ന ഒരു നിലവിളക്കായിരിക്കാം. ആ നിലവിളക്ക് അദ്ദേഹം കൊളുത്തിയിട്ടുണ്ട് എങ്കിൽ അത് പറയുന്നതിൽ യാതൊരു സങ്കോചവും ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് എന്താണ് സാജു, 2006 നമുക്കറിയാം, നമ്മൾ പല ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഫാസിസം ഇന്ത്യയിൽ വളർന്നു വരുന്നതിൻ്റെ. 80-കളുടെ അവസാനം, 90-കൾ, 92-ന് ശേഷമുള്ള ഇന്ത്യൻ കാലഘട്ടം, അതിനുശേഷം 2014-ന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം, ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. ഇതിൽ 2006 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 2004-ൽ കേന്ദ്രത്തിൽ UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു കാലമാണ്. UPA സർക്കാർ എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നു. പയ്യെ ഈ ഹിന്ദുത്വ ശക്തികൾ സൈലൻസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആരംഭിച്ചു കഴിഞ്ഞൊരു കാലഘട്ടമാണ് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 90-കളുടെ മധ്യത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ 90-കളുടെ ആരംഭത്തോടു കൂടി അവർ വരുന്നു. 98-ഓടുകൂടി വാജ്പേയി അധികാരത്തിൽ വരുന്നു. 99-ൽ അവരുടെ ഒരു ഫുൾ ടേം ഒരു ഗവൺമെൻറ് വരുന്നു. 2004-ൽ അത് ഇല്ലാതാവുന്നു. പുതിയ ഗവൺമെൻറ്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് വരുന്നു. ആ UPA ഗവൺമെൻറ് കാലം നടക്കുന്ന ഒരു സമയത്താണ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് സതീശന് സങ്കോചമില്ലാതെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ ചെന്ന് ആ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ, സംവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിനകത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട സാഹചര്യമില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് അതിന് പകരം 77-ലെ കാര്യം എടുത്തിടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ വിശദീകരിച്ച ഒരു കാര്യമാണ്. അതായത് അന്ന് ജനതാ പാർട്ടിയാണ്, അല്ലാതെ ജനസംഘമല്ല അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന് പറയാവുന്ന. അതായത് അടിയന്തരാവസ്ഥയെ നേരിടാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നണിയെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രൂപപ്പെടുത്തുകയാണ്. സംഘടനാ കോൺഗ്രസ്, അതുപോലെ തന്നെ സ്വതന്ത്ര പാർട്ടി തുടങ്ങിയ പാർട്ടികളെല്ലാം ലയിപ്പിച്ച് ജനതാ പാർട്ടിയായിട്ട് രൂപം കൊള്ളുകയാണ്. ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് 77-ൽ കൂത്തുപറമ്പിൽ പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാവുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു. ജനതാ പാർട്ടിയിൽ ജനസംഘവും ലയിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അത് ജനസംഘവും കൂടി ലയിച്ചൊരു ജനതാ പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ജനസംഘവുമായി ചേർന്നു മത്സരിച്ചു എന്ന് വാദിക്കുന്നത് ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു അവസരം നൽകുകയാണ് സതീശൻ എന്ന് പറയാം. അക്കാര്യം പറഞ്ഞ് പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെ പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ പറയുന്നത് ഇന്നത്തെ
സാഹചര്യത്തിൽ തീർച്ചയായിട്ടും CPM വിശദീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില മണ്ഡലങ്ങൾ സംബന്ധിച്ച സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും മറ്റും വന്നിട്ടുള്ള നീക്കുപോക്കുകൾ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അതിലേക്ക് ചർച്ച കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ ആ ചർച്ചയിലേക്ക് പോകേണ്ടി വരും തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്ല. ഇപ്പോൾ സതീശന് പിഴച്ചത് ഇത് വിശദീകരിക്കുന്നതിലാണ്. അതിനകത്ത് ഒരു മടിയും അദ്ദേഹം കാണിക്കേണ്ടതിരുന്നില്ല. അത് പക്ഷേ അദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമായിട്ട് വരാനുള്ള ഒരു സാധ്യത നല്ലോണമുണ്ട്. ജിമ്മി, ചരിത്രം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിലാണ് കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും സമീപകാലത്തെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ VD സതീശൻ പിണറായി വിജയന് മുന്നിൽ വെക്കുന്നുണ്ട്. PM ശ്രീ അടക്കമുള്ള കാര്യങ്ങൾ. അവിടെ വ്യക്തമായ മറുപടി നൽകാൻ പിണറായിക്കും കഴിയാതെ പോവുകയാണോ? അല്ല, PMCയുടെ കാര്യത്തിൽ നേരത്തെ പൊളിഞ്ഞ് പാളീസായ ഒരു സർക്കാരിനെ നമ്മൾ കണ്ടത്. PMCയുടെ കാര്യത്തിൽ എന്തായിരുന്നു? PMC ശരിയല്ല എന്ന് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ പ്രധാനപ്പെട്ട ബോഡികളും എല്ലാം പ്രമേയം പാസ്സാക്കുന്നു. സംസ്ഥാന നേതാക്കൾ പോലും, എന്തിന് V ശിവൻകുട്ടി പോലും അതിനൊരു ലേഖനം എഴുതുന്നു. എന്നിട്ട് ഒരു ദിവസം വാർത്ത വരികയാണ് ഈ PMC ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് സത്യത്തിൽ ഇത് മോശം സാധനമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല കാര്യമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കി എന്താ കുഴപ്പം? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് കുഴപ്പമൊന്നും ചോദിച്ചു. അങ്ങനെ ഒരു തരത്തിലുള്ള BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ 7 അയലത്ത് പോകാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്ന ഒരു മന്ത്രിസഭയാണ്. ഭരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി കോംപ്രമൈസുകൾ ചെയ്യാം എന്നത് ഒരു പുതിയ നോർമലാക്കി മാറ്റിയ ഒരു സർക്കാരാണ്. പക്ഷേ പ്രശ്നം പാർട്ടി അങ്ങനെയല്ല. ഇവിടെയാണ് ഈ വൈരുദ്ധ്യം. CPM ഒരു തരത്തിലും ഇവരുമായി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യ മുഴുവനും ഡൽഹിയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവിടെ ഭരണത്തിന് വേണ്ടി പല രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മോദി ഇവിടെ വരുമ്പോൾ മോദിയെ ഒരു തവണ മോദിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് അവിടെ പോകണം. അതൊരു സ്വകാര്യ ചടങ്ങ്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനോ മറ്റായിരുന്നു. അവിടെ പോകണം എന്ന് പറയുന്നു. അന്ന് അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിൽ ഒരു പരിപാടിയുണ്ട്, പോയില്ല. അതിവിടെ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി വരുമ്പോൾ മോദിയെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതേ സംഭവം തന്നെ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിക്ക് ഇവിടെ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ കക്ഷികൾ തന്നെ അദ്ദേഹം പോകാതെയും വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഓരോ സമയത്ത് ആ കേന്ദ്ര സർക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ പല രീതിയിൽ പല സ്റ്റാൻഡുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതിൽ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം വിചാരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പിണറായി ഫാൻസ് അസോസിയേഷനും ഭരണത്തിന് വേണ്ടി കാര്യങ്ങൾ നടക്കാൻ ഇതൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം എന്ന ഒരു ലൈനിലാണ് പിടിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാളും. ഇതാണ് ഒന്നാമത്തെ ഇതിനകത്തൊരു പ്രശ്നം. 2, ഈ BJPയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ജനസംഘവുമായിട്ടുള്ള ബന്ധമാണ്. ജനസംഘം വിട്. ഇപ്പം എൻ്റെ ഒരു രാഷ്ട്രീയ ബോധമൊക്കെ ഉള്ള സമയത്ത് സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിൻ്റെ തൊട്ടെടുക്കുമ്പോൾ 90-കളിലൊക്കെ VP സിംഗിൻ്റെ വലിയ തരംഗമൊക്കെ വരുന്നു. അപ്പോൾ അന്ന് പല സ്ഥലങ്ങളിലും BJP കോൺഗ്രസിനെ തറപറ്റി നിൽക്കുമ്പോൾ കൈയടിച്ച ഒരാളാണ് ഞാൻ. അന്ന് കോൺഗ്രസ് ഒരു വലിയ പ്രശ്നമായിരുന്നു ഇന്ത്യയിൽ. കോൺഗ്രസ് ആയിരുന്നു എതിർക്കപ്പെടേണ്ട ഒരു വലിയ ശക്തി. അപ്പോൾ ഞാനൊരു BJPക്കാരനല്ല, ഞാനൊരു RSSകാരനല്ല, എനിക്ക് ആ രാഷ്ട്രീയത്തോട് യാതൊരു യോജിപ്പില്ല. പക്ഷേ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു ശക്തിയെ എല്ലാവരും കോൺഗ്രസ് വിരുദ്ധ മുന്നണിയായിരുന്നു അന്ന് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. അങ്ങനെ കൈയടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാക്റ്റ്. പിന്നെ പോകെ മാറി കോൺഗ്രസ് ഇല്ലാതാവുകയും BJP വരികയും ചെയ്തപ്പോൾ അന്ന് മഹാത്മാഗാന്ധിയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരു ഇടതുപക്ഷമുണ്ട്. അത് കഴിഞ്ഞ് BJP വരുമ്പോൾ BJP ഈ അതുവരെയുള്ള എല്ലാത്തിനെയും തമസ്കരിക്കുകയും പുതിയ അപകടങ്ങൾ ഞങ്ങൾ വന്നാൽ അവർ വന്നപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഇവിടുത്തെ വിശാല ഇടതുപക്ഷത്തിന് വന്നു, അല്ലെങ്കിൽ BJP വിരുദ്ധർക്ക് വന്നു, നമുക്കൊക്കെ വന്നു. അതുപോലെ തന്നെയാണ് RSSനെയും BJPയെയും എതിർക്കേണ്ട അവസ്ഥ വരിക. കോൺഗ്രസുമായി ചിലപ്പോൾ ചേരേണ്ടി വരും. ഇതൊക്കെയാണ് ഈ BJPയെ മുഖ്യശത്രുവായി CPM അംഗീകരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ട്? അല്ല, അതാണ് ആ കണക്കിലേക്ക് വരുന്നത്. 1967 ബീഹാറിൽ ഇവർ ഒരുമിച്ചൊരു മന്ത്രിസഭ ഉണ്ടാക്കുന്നുണ്ട്, പഞ്ചാബിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 77-ലെ സംഭവം അല്ല ഞാൻ പറയുന്നത്. 77-ൽ അടിയന്തരാവസ്ഥ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്, ആയിക്കോട്ടെ. 1967 ബീഹാറിലും പഞ്ചാബിലും മധ്യപ്രദേശിലും ഒക്കെ ഈ ജനസംഘവുമായി ബന്ധമുണ്ട്. ഈ ജനസംഘത്തിൻ്റെ അടിസ്ഥാന പരിപാടി എന്താ? അന്ന് മറ്റേ ഗോഹത്യ നിരോധനവും പരിപാടിയും ഒക്കെ ഒരു വലിയ ഈ പറയുന്ന ഇന്നത്തെ RSSൻ്റെയും BJPയുടെയും ഒരു ചെറിയ രൂപം. അന്ന് RSS ഇത്രയും ഭണം വിടർത്തിയിട്ടില്ല. സംഭവമൊക്കെ ഉണ്ട്, പക്ഷേ അത്രയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഉള്ളിലുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം. ഈ ജനസംഘത്തിനകത്തുള്ള ആളുകൾ RSSകാരാണെന്ന് അറിയാതെയാണ്. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തമാശ, O രാജഗോപാൽ ജനസംഘത്തിൻ്റെ നേതാവായിരുന്നു. അല്ലാതെ അദ്ദേഹം അവിടെ വന്നത് ജനസംഘത്തിൻ്റെ നേതാവായിട്ടാണ്, RSSൻ്റെ നേതാവായിട്ടല്ല. ഓക്കെ, ടെക്നിക്കലി കറക്റ്റ്.
പക്ഷേ ജനസംഘവും RSS ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വളരെ വലിയ വിമർശനം ആൾ ഉന്നയിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് കോൺഗ്രസിൽ വന്നൊരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചു എന്ന് വിചാരിക്കുക, ഇവർ സമ്മതിക്കുമോ? അപ്പോൾ പറയൂ അല്ല അത് കോൺഗ്രസ്സുകാരനാണ്, ജമാഅത്തെ ഇസ്ലാമിയായിട്ടല്ല മത്സരിച്ചതാണ്, ഇവർ സമ്മതിക്കും? ഇല്ലല്ലോ, അത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണെന്നല്ലേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതേ ലോജിക്ക് ഇവിടെ വരും. അല്ലാതെ ആ രാജഗോപാൽ അല്ല ഈ രാജഗോപാൽ എന്ന് പറയുന്നത് പള്ളി പറഞ്ഞാൽ മതി, അതല്ല എൻ്റെ കാര്യം. പക്ഷേ നമ്മളതിനെ അംഗീകരിക്കണം. കാരണം ആ സമയത്തെ രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു, ഈ നാടിനൊരു ആവശ്യമായിരുന്നു. അപ്പം ഈ പുറകോട്ട് പോയ എങ്ങും എത്തില്ല. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞത് 1957 58 ദില്ലി കോർപ്പറേഷനിൽ ഈ ജനസംഘവുമായി ചേർന്ന് CPI ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പിന്നെ ഭാഗമാണ്. അത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ചരിത്രമാണ്. ഇപ്പോൾ അത് BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സമയം. പക്ഷേ 2006 എന്ന് പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയം കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സമയം തന്നെയാണ്. കാരണം 1992 ബാബറി പള്ളി പൊളിച്ചത്. ആ പള്ളി പൊളിച്ചപ്പോൾ ഇവന്മാർ എന്തായണമെന്ന് മനസ്സിലായല്ലോ. 2 തവണ അവർ സർക്കാരുണ്ടാക്കി, 2 or 3 തവണ ഒരു ചെറിയ കുറച്ച് ദിവസത്തെ സർക്കാരുകളും ഇടക്കാല സർക്കാരും പിന്നെ ഒരു ഫുൾ ലെങ്ത് സർക്കാരും ഉണ്ടായി. അതിനുശേഷം ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തി ശേഷമുള്ള ഇലക്ഷനിലാണ് 2004 തോക്കുന്നത്. അപ്പോൾ BJP എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വകതിരിവൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം. അവിടെ VD സതീശൻ പോയി എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ സംവാദത്തിനാണ് പോയെന്നാണ്. ഈ രാഷ്ട്രീയ സംവാദത്തിന് പോയ വിളക്കൊക്കെ കൊളുത്തു, എനിക്ക് അറിഞ്ഞൂടാ. ഉദ്ഘാടനമാണോ? അത് ഇനിയിപ്പോൾ സംവാദമല്ല, അപ്പോൾ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് ശേഷം സംവാദമാണ്, എനിക്കറിയില്ല. എന്തായാലും അതൊരു ഡിസ്റ്റൻസിൽ വെക്കേണ്ട ഒരു പരിപാടിയാണെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അന്ന് അദ്ദേഹം വളരെ ജൂനിയറാണ്. 2001 VD സതീശൻ ആദ്യമായി ജയിക്കുന്നത്, കഷ്ടിച്ചാണ് ജയിക്കുന്നത്, പിന്നെ ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ ആ കാലത്ത് BJPയുടെ കൂട്ട് 4000, 2000, പിന്നെ 3000 അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് പോകുന്നതിനകത്ത് ഇത് അത്ര പഴയ കാര്യമൊന്നുമില്ല. പണ്ട് ഞങ്ങളൊക്കെ സംവാദത്തിന് പോകുമായിരുന്നു പറഞ്ഞ് ഞാൻ 90കളൊക്കെ ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഈ 2004, 2006 ആകുമ്പോഴത്തേക്കും സംവാദത്തിനൊക്കെ എല്ലാവരും പോകുമായിരുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷേ എന്തായാലും അതിനകത്തൊരു പ്രശ്നമുണ്ട്. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. ഈ 2006 VD സതീശൻ അങ്ങനെ പോയതുകൊണ്ട്, VD സതീശൻ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾ ഇവിടുത്തെ കാര്യം പറ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പരിപാടി എന്താ, നിങ്ങളുടെ പ്ലാൻ എന്താ? എങ്ങനെ വേണമെങ്കിലും 4 വോട്ടിന് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്തില്ല എന്ന് പറയുന്നിടത്തു നിന്ന് BJP ജയിച്ചാലും UDF ജയിക്കേണ്ട എന്നൊരു പ്ലാൻ ഉണ്ടോ? തിരിച്ച് UDFന് ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി BJP ചില സ്ഥലങ്ങളിൽ ജയിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? എനിക്ക് 2026 സംസാരിക്കാനാണ് താല്പര്യം. അപ്പോൾ 2006 1977 അതിന് മുമ്പോട്ടുള്ള ഒരു ചരിത്രത്തിനും പ്രസക്തിയില്ല. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇതിന് BJP ബന്ധം മാത്രമല്ലെന്ന്, കോൺഗ്രസ് ഒരുപാട് നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചിട്ടുള്ള വളരെ വലിയ ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അധികാരത്തിന് പുറത്തായ ശേഷമല്ലേ വലിയ തത്വമൊക്കെ പറയുന്നത്. അങ്ങനല്ലല്ലോ, നമുക്കറിയാവുന്ന കോൺഗ്രസ് അല്ലേ ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ മത്തുപിടിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. അപ്പോഴും ഇപ്പോഴത്തെ കാലത്ത്, ഈ പുതിയ കാലത്ത് BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അത് ആ മെറിറ്റിൽ നമ്മൾ കോൺഗ്രസിനെ അംഗീകരിക്കും. അതുപോലെ തന്നെയാണ് CPMനെ. അപ്പോൾ 2026 ഊന്നി നിന്ന് 2026 140 നിയോജക മണ്ഡലങ്ങളെയും 2021 മുതൽ 2026 വരെയുള്ള ഈ സർക്കാരിൻ്റെ നടപടികളെയും നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ചയ്ക്ക് ചെയ്തതിന് ശേഷം, അതിന് മറുപടി പറഞ്ഞ ശേഷം നമുക്ക് പുറകോട്ട് വേണമെങ്കിൽ പോയി നോക്കാം. അല്ലാതെ PM ശ്രീ പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ചൂടായി, അങ്ങനല്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇന്നലെ VD സതീശൻ ഈ സർക്കാരിൻ്റെ കാലത്തെ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ പഴയൊരു പ്രസംഗം എടുത്തിട്ട് വേണം പോയി കേട്ട് നോക്കാനാണ് പറഞ്ഞത്. അതല്ലല്ലോ, ഈ വിഷയം വീണ്ടും തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാകുന്ന പേടിയുണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇന്നത്തെ കാര്യം പറയാം. പാസ്റ്റ് വിട്ടേരെ, എല്ലാവർക്കും കുഴപ്പമാണ്. ഇതിലൊരു കാര്യം കൂടി ചേർക്കാം സാജു. ആരാണ് RSSുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ, അത് പുറത്ത് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും വിവാദം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞത് MB ഗോവിന്ദ്. അത് ചുമ്മാ പറഞ്ഞാണെന്ന് കരുതുന്നുണ്ടോ? ഈ കഴിഞ്ഞ വർഷം അത് എല്ലാത്തിനും ഒന്നും വെറുതെ പറഞ്ഞതല്ല, അതിനും ലക്ഷ്യമുണ്ട്. അവിടെ നിന്നാണിത് തുടങ്ങുന്നതെന്നാണ് ഞാൻ പറയുക, വെറുതെ ഉണ്ടാക്കിയിട്ടതല്ല അത്. അപ്പോൾ നമ്മൾ ഈ ചരിത്രം പറഞ്ഞുള്ള അടി വേണ്ടതില്ല എന്നാണ് ഇരുകൂട്ടരോട് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സതീശൻ മുന്നോട്ട് വെച്ച ഡീൽ എന്ന ആരോപണത്തിന് ചില മണ്ഡലങ്ങൾ, 10 മുഴുവൻ മണ്ഡലങ്ങളുടെയും പേര് സതീശൻ പറഞ്ഞില്ലെങ്കിലും ആ ഡീൽ എന്ന ആരോപണത്തിന് ഇപ്പോഴും വ്യക്തമായ മറുപടി പറയാൻ LDF പക്ഷത്തു നിന്ന് ആയിട്ടില്ല എന്ന വസ്തുത ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെ VD സതീശനും അദ്ദേഹത്തിൻ്റേതായ മറുപടികൾ പറയുന്നതിൽ കുറച്ചുകൂടി ആധികാരികമായി നേരത്തെ തന്നെ മറുപടി നൽകേണ്ടതായിരുന്നു, മറുചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് എന്ന വസ്തുതയും ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ
ഇത് വരും ദിവസങ്ങളിൽ കുറേ കൂടി ശക്തമായി ഉന്നയിക്കപ്പെടും ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നുള്ളതാണ്. അവിടെ എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് PM ശ്രീയെക്കുറിച്ചും മറ്റും ചോദ്യം വരുമ്പോൾ ക്ഷുഭിതനായി മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വസ്തുത കൂടി ബാക്കി നിൽക്കുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ക്ഷുഭിതനാകുന്ന അത്രയും നേരം കൂടുതൽ ആയുധങ്ങൾ ഇറക്കാനുള്ള അവസരം കൂടിയായി അത് മാറും എന്നാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കാനുള്ള സാധ്യതകളാണ് ഈ വിഷയത്തിൽ ഉള്ളത്.